കുറച്ച് ദിവസം മുമ്പ് നിയമസഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രസ്താവന കണ്ടു. എന്തെന്ന് വെച്ചാൽ ലഹരി കേസുകൾ അധികം ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല, വളരെ ഒറ്റപ്പെട്ട സംഭവം മാത്രമെന്നാണ്. പക്ഷേ യാദൃശ്ചികമെന്ന് പറയട്ടെ, അന്ന് മന്ത്രി അത് പറഞ്ഞ ദിവസം മുതൽ ലഹരി കേസുകളുടെ വാർത്തകളുടെ പ്രളയമാണ് എന്ന് വേണം പറയാൻ. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ശരിക്കും. ഈ ക്യാമ്പസുകളിലെ ലഹരി ഇടപാടുകളാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. അതിന് സമൂഹ മാധ്യമ കൂട്ടായ്മകൾ കൂടി സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് വരുന്നത്. പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിൽ ഈ ഡീലുകൾ നടക്കുന്നുണ്ട്. ആവശ്യപ്പെടുന്ന അളവിലുള്ള കഞ്ചാവ് പറയുന്ന സമയത്ത് എത്തിക്കാൻ വൻ ശൃംഖല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. ജിജേഷ് കരുണാകരൻ വീണ്ടും ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ജിജേഷ്, കളമശ്ശേരി കഞ്ചാവ് വേട്ട കേസ്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഈ ക്യാമ്പസുകളിൽ എത്രമാത്രം സജീവമായിട്ട് ഈ ശൃംഖല അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പന ഒക്കെ നടക്കുന്നു എന്നതിന് ഉദാഹരണമായി നമ്മൾ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടയിലാണ് ഈ സമൂഹ മാധ്യമ കൂട്ടായ്മകൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി പ്രവർത്തിക്കുന്നു എന്ന വിവരം കൂടി. ഇത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ കൂട്ടായ്മകളിലൂടെ തന്നെയാണ് ഈ ലഹരി കച്ചവടം പ്രധാനമായും നടക്കുന്നത്. നേരത്തെ കളമശ്ശേരി പോളിടെക്നിക്കിൽ വലിയ തോതിൽ കഞ്ചാവ് വേട്ട നടന്നിരുന്നു, പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ, കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെയും അറസ്റ്റിലായ വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ ലഹരി ഇടപാടുകൾക്ക് പ്രത്യേകമായി തന്നെ സമൂഹ മാധ്യമ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം കൂട്ടായ്മകൾ അത്തരത്തിലുണ്ടായിരുന്നു. പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ രൂപീകരിച്ചിരുന്നു. കുറച്ചുപേർ മാത്രം അതിൽ പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ട് അതിലൂടെയാണ് പ്രധാനമായും ഈ ലഹരി ഇടപാടുകൾ ഓരോ ആളുകൾക്കും ആവശ്യമുള്ള അളവ് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് പണം എത്തിക്കേണ്ടത്, എവിടെയാണ് ഈ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് ഇടുക എന്നീ കാര്യങ്ങളെല്ലാം തന്നെ പരസ്പരം സംസാരിച്ചിരുന്നത് ഇത്തരത്തിലായിരുന്നു. ഈ വിതരണക്കാർക്കാണെങ്കിലും ഇടനിലക്കാർക്കാണെങ്കിലും തന്നെ പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളും മറ്റ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളും എല്ലാം തന്നെ പ്രത്യേകമായി തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. അതിൽ പുറത്തുനിന്നുള്ള ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാദൃച്ഛികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്ത ഒരാൾ ആടായാൽ പോലും കൃത്യമായി തന്നെ അതിനൊരു നിരീക്ഷണമുണ്ട്. കാരണം എക്സൈസ് സംഘവും പോലീസും എല്ലാം ഈ ഒരു സമയത്ത് ലഹരി വ്യാപനം വർദ്ധിച്ചതോടുകൂടി അവർ വലിയ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരുന്നു. കലാലയങ്ങളുടെ പരിസരങ്ങളിൽ നിരന്തരമായ നിരീക്ഷണങ്ങളുണ്ട്. അവിടെ വിദ്യാർത്ഥികളിൽ നിന്ന് പലപ്പോഴും മഫ്തിയിലെല്ലാം എത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അവർക്കൊപ്പം അവരിൽ ഒരാളായി തന്നെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുകയും ചില ഗ്രൂപ്പുകളിലെല്ലാം കടന്നു കയറി അവരുടെ ഇടപാടുകളെ കുറിച്ചുള്ള കുറെ വിവരങ്ങളെങ്കിലും ശേഖരിക്കാനും എക്സൈസ് പോലീസ് അംഗങ്ങൾക്ക് കഴിയുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും പുറത്തുനിന്നുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ആടാകുമ്പോൾ തന്നെ, ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായി മാറുമ്പോൾ തന്നെ അതിനപ്പുറം എക്സൈസ് സംഘവും പോലീസും എങ്ങനെയാണോ ഈ ലഹരി സംഘങ്ങളെ നിരീക്ഷിക്കുന്നത് അതിനപ്പുറമുള്ള ഒരു നിരീക്ഷണം തിരിച്ചു നടത്താൻ ഈ ലഹരി സംഘങ്ങൾക്ക് കഴിയുന്നുണ്ട്. ആരാണ് അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലത്തും ആ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് എന്നത് അവരുടെ ചിത്രങ്ങൾ സഹിതമാണ് പരസ്പരം കൈമാറിയിരുന്നത്. പലപ്പോഴും ദൂരെ നിന്ന് തന്നെ ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് ഓഫ് സംഘത്തിലെ ആളുകൾ ആരെല്ലാമാണ് എന്നെല്ലാമുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. പലപ്പോഴും അതിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ അതിൽ ചില ഉദ്യോഗസ്ഥരുടെ തങ്ങളുടെ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്ന അല്ലെങ്കിൽ ആ ഭാഗത്തെ വിവരങ്ങൾ കൈമാറുന്ന ഉദ്യോഗസ്ഥരാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ അവർ കൈമാറുകയും ചെയ്തിരുന്നു. നേരത്തെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നടത്തിയ പരിശോധനയിൽ ചെറിയ ചെറിയ പൊതികളിലാക്കി വെച്ചിരിക്കുന്ന മാറ്റിയിരിക്കുന്ന കഞ്ചാവ് പൊതികളായിരുന്നു കണ്ടെത്തിയത്. 2 കിലോയോളം കഞ്ചാവ് ഒരുമിച്ച് കൊണ്ടുവന്നതിന് ശേഷം ചെറിയ അളവുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കൈമാറാനായിരുന്നു. ഇതിന് ആവശ്യക്കാരായുള്ള വിദ്യാർത്ഥികൾ നേരിട്ടായിരുന്നില്ല ഇവരുമായി ഫോണിൽ സംസാരിച്ചിരുന്നത്. പകരം ഇത്തരം ഗ്രൂപ്പുകളിലാണ് പരസ്പര വിശ്വാസികളായ അല്ലെങ്കിൽ വലിയ വിശ്വാസമുള്ള ലഹരി ഇടപാടുകൾ മാത്രം നടത്തുന്ന ആളുകളാണ് ലഹരി വിൽപ്പനക്കാരും ഇടനിലക്കാരും ആവശ്യക്കാരും ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം ആഡ് ചെയ്യുന്ന ആളുകളാണ് പരസ്പരം ഇത്തരത്തിൽ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നതും ലഹരി ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയിരുന്നതും. അതെ, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. കാരണം എത്രത്തോളം വ്യാപനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴി പോലും ഇത്തരത്തിൽ ഈ ലഹരി കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.